ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവി പറയാണ്, അതെ കള്ളങ്ങളൊന്നും ആരോടും പറയാതിരിക്കുന്ന മിത്രേ എപ്പോഴും നല്ലത്. ഒരു കള്ളം പറഞ്ഞാൽ അതിന് മുഖത്ത് ഒരുപാട് കള്ളത്തരങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ട് വരും. അതൊരു കൂമ്പാരമായി സമാധാനം കിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ പോലും എന്നൊക്കെ ഇങ്ങനെ ദേവി പറയുമ്പോൾ ആര്യം വരുവാണോ? ആര്യം വന്നിട്ട് അമ്മേ എന്തായി മാമൻ്റെ കല്യാണക്കാരിയൊക്കെ? അതൊക്കെ എല്ലാം ആയടാ, എല്ലാം പോയി സംസാരിച്ച് ഉറപ്പിച്ചല്ലോ. ഉറപ്പിക്കാൻ നമ്മൾ പോയാൽ മാത്രം മതിയല്ലോ. മാമന് ചേരുന്ന പെൺകുട്ടി തന്നെയല്ലോ, പിന്നെ നല്ല പെണ്ണ. അവർക്കാണെങ്കിലേ ധർമ്മൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് 100 വട്ടം സമ്മതം. പിന്നെ എത്രയും വേഗം കല്യാണം നടത്തണം, അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആളെ തന്നെ തുടങ്ങണം. അല്ല, പെൺകുട്ടി മാവന് ഇഷ്ടപ്പെട്ടല്ലോ, അവർക്ക് തിരിച്ചും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം അമ്മ ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല, കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ തീരുമാനിച്ചോളാം അമ്മേ എന്നിങ്ങനെ ആര്യൻ പറയാട്ടോ. അതിന് ഭയങ്കര സന്തോഷത്തിലാട്ടോ. അത് കഴിഞ്ഞിട്ട് ഗോമതിയാണെങ്കിൽ ബാലനോട് പറയാനിട്ട്, ബാലടാ ഇടപിടിയും ചെയ്യേണ്ട കല്യാണമല്ലേ, എത്ര പേരെ വിളിക്കേണ്ടതാ, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ. എനിക്കാണെങ്കിൽ ആകെ വെപ്രാളാവുന്നു. ഗോമതി ഒന്ന് സമാധാനപ്പെട്, ഒന്നിനും ഒരു കുറവും ഇല്ലാതെ ആർഭാടമായിട്ട് തന്നെ ഇതൊക്കെ നടത്താം. ഇനി അധികം സമയമില്ലല്ലോ ബാലേട്ടാ, ഇന്നോ നാളോ കല്യാണം ആവേണ്ട കുട്ടിയല്ലേ. ഒരുപാട് മുഹൂർത്തമൊക്കെ കാണും, മണ്ഡപം പോലും കിട്ടത്തില്ല. പിന്നെ ഡ്രസ്സ് എടുക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് കിടക്കുന്നത്. ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നതും ഡ്രസ്സ് എടുക്കുന്നതും ഒക്കെ 1-2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നാളെ തന്നെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യേണ്ടേ ബാലേട്ടാ. അതിനുള്ള പൈസയെല്ലാം ഞാൻ രാമേട്ടൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഗോമതി. അത്രയെങ്കിലും സമാധാനമായി. എന്നാൽ പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് നമുക്ക് നാളെ തന്നെ പോയാലോ ബാലേട്ടാ? പോവാം. അയ്യോ ബാലേട്ടാ, അതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി. എന്തേ? മുകളിൽ നമ്മളൊരു റൂം ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ തീരുമാനിച്ചില്ലേ, അതിൻ്റെ പണി എവിടെ എത്തിയില്ലല്ലോ. എടി, ഈ തിരക്കിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അത് നടക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അതും ഒരു കണക്കിന് ശരിയാ. അപ്പോഴാണ് ധർമ്മൻ അങ്ങോട്ട് വരുന്നത്. അളിയാ, ധർമ്മനോ, വാടാ വന്നിരിക്കുക. പിന്നെ നാളെ മറ്റന്നാളോ കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണം. ഏത് കളർ വേണോ നീ തന്നെ തീരുമാനിക്കണം. സാധാരണ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ധർമ്മൻ നാണത്തിൽ പോയിരിക്കും കേട്ടോ. അവൻ്റെ ഒരു നാണം കണ്ടില്ലേ. പിന്നെ ചേർക്കൻ്റെ ഡ്രസ്സിനൊക്കെ ഒരു പ്രത്യേകതരം ഇതുണ്ടല്ലോ, ഇപ്പോഴത്തെ ഫാഷൻ, അതൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ വേറെ എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ, ഗുൽഫിയോ അങ്ങനെ എന്തോ. ഗുൽഫിയോ അതെന്താ? പിന്നെ ഹൽദി എന്നായിരിക്കും ചേച്ചി ഉദ്ദേശിച്ചത്. ഹൽദി. എന്നാൽ പിന്നെ ഗുൽഫി അത് തന്നെ നടത്തേക്കാം എന്നും പറഞ്ഞ് ബാലൻ കളിയാക്കട്ടോ. അത് അങ്ങനെ ഗോമതി 2 പേരും കൂടിയിട്ട് കളിയാക്കാം കേട്ടോ. എന്തൊക്കെ വേണം എല്ലാം നമ്മൾ നടത്താം, എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ധർമ്മം പറയുന്നത്, അളിയ എനിക്ക് ചേച്ചിയോടും അളിയനോടും ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ കല്യാണം ഇത്രയും ആഡംബരമായിട്ട് നടത്തേണ്ട ഒരു ആവശ്യമില്ല. എടാ, നിൻ്റെ കല്യാണം ആഘോഷമായിട്ട് തന്നെ നടത്തണം. അത് ഞങ്ങൾ നടത്തും. വേണ്ടല്ലയാ, ചെറിയൊരു ചടങ്ങായിട്ട് നടത്തിയാൽ പോരെ. ദേ ബാലേട്ടാ, ഇവൻ എന്തൊക്കെയായി പറയുന്നത്? ചേച്ചി ചെറുതായിട്ടൊരു താലി കെട്ട്, അത് മാത്രം മതി. നീ ഒന്നും മിണ്ടാതിരുന്നേ. നിൻ്റെ കല്യാണം അങ്ങനെയൊന്നും നടന്നാൽ പോരാ. എത്ര കാലം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാ. ചേച്ചി, അളിയനും ചേച്ചിയൊക്കെ എൻ്റെ കല്യാണം ആഡംബരമായിട്ട് തന്നെ നടത്തും, അതെനിക്കറിയാം. പക്ഷെ അതൊന്നും വേണ്ട, ഞാൻ പറയാം. അതുമാത്രമല്ല, മുടങ്ങിപ്പോയ നിശ്ചയത്തിൻ്റെ പേരിൽ തന്നെ അളിയൻ്റെ കയ്യിൽ എന്തുമാത്രം പൈസ അന്ന് ചിലവായെന്നറിയോ? അളിയൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് എനിക്ക് വേണ്ടി തൊലച്ചത്. നോക്ക് പാലട്ടെ, ഇവൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. ധർമ്മ, നീ എന്തൊക്കെയാണ് പറയുന്നത്? മിണ്ടാതിരിക്കെ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, നിനക്ക് വേണ്ടി തൊലച്ചു എന്നാണ് നീ പറയുന്നത്. നീ എൻ്റെ ആരാ? നീ എൻ്റെ മൂത്ത മകനല്ലേടാ? നിനക്കും കൂടെ വേണ്ടിയിട്ടല്ലേടാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്? അളിയാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എടാ, നിൻ്റെ കാര്യങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ തന്നെയല്ലേ തീരുമാനിച്ചത്, ഇനിയും അങ്ങനെ തന്നെ തീരുമാനിക്കും. നീ കൂടുതൽ സംസാരിക്കണ്ട എന്ന് ഗോമതി. ധർമ്മ, നീ ഒരു കാര്യം ഓർത്തോ, അവർക്ക് ഒരൊറ്റ മകളാണ്. അവർക്ക് ആഗ്രഹം കാണില്ലേ ആ പെങ്കുച്ചിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടത്തണമെന്ന്? അത് തടയാൻ നിനക്ക് എന്താ അവകാശം എന്ന് ബാലൻ ചോദിക്കണം. അതല്ല, തടയുന്നതല്ല. എൻ്റെ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ അളിയൻ ഇനി ആരുടെ മുന്നിൽ തല കുടിച്ച് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ, അതിന് നീ പേടിക്കണ്ട. അങ്ങനെ ഞാൻ നിന്നെ തലകുനിച്ച് നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും അങ്ങനെ ആവില്ല. നിനക്ക് എന്നെ വിശ്വാസമല്ലേ? നീ സമാധാനപ്പെട്. ആദ്യം നീ കല്യാണത്തിന് ക്ഷണിക്കേണ്ട ആരെന്നറിയോ? നിൻ്റെ അമ്മയെ. പിന്നെ നീ നിൻ്റെ 2 ഏട്ടന്മാരെ ക്ഷണിക്കണം. അവർ കല്യാണത്തിന് സഹകരിക്കും അത് എന്നൊക്കെ പറയാനുണ്ടെങ്കിലും വിവാഹത്തിന് വരുമെന്നുള്ള സാധ്യത കുറവാണ്. അതൊന്നും നീ നോക്കണ്ട. എന്തായാലും അവർ വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ അവരുടെ ഇഷ്ടം. പിന്നെ ഈ കല്യാണം നടക്കും നിനക്ക് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ലേ ധർമ്മ? അതല്ല അളിയ, ഇല്ല, എനിക്ക് മനസ്സിലായി, നിനക്ക് വിശ്വാസം വന്നിട്ടില്ല. എങ്കിൽ നീ കേട്ടോ, ഈ കല്യാണം നടത്തിയെടുക്കാൻ ബാലൻ ഏതറ്റം വരെയും പോവും, നീ നോക്കിയോ. അളിയ, ഈ കല്യാണത്തിന് ഞാൻ ഒരുങ്ങുന്നത് തന്നെ എൻ്റെ ഏട്ടന്മാരെ വിശ്വസിച്ചല്ല, എൻ്റെ അളിയനെ വിശ്വസിച്ച് മാത്രമാണ്. അത് മതി. പിന്നെ എൻ്റെ ഏട്ടന്മാരെ വാക്കിലൊന്നും ഒരു വിശ്വാസമില്ല. പിന്നെ ഞാൻ ഇത്തവണയും പോയി നാണം കെടുവോ? എനിക്കതിനുള്ളൊരു പേടിയുണ്ട്. ഇല്ലടാ, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇനി ഒരിക്കൽ കൂടെ അങ്ങനെ ഒരു നാണം കെടാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി
ഇനി നിങ്ങളെന്നെ നിർബന്ധിക്കില്ലെന്ന് എനിക്കിപ്പോൾ വാക്കിയെന്ന്. യോ ഞങ്ങളുടെ വാക്ക, ഈ വിവാഹം മുടങ്ങില്ല. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നിന്നെ നിർബന്ധിക്കുകയോ ഇല്ല. മനസ്സിലായോ? ഇപ്പം നിനക്ക് സമാധാനമായോ? പിന്നെ നിനക്ക് നോക്കട്ടെ, മുഖം നോക്കട്ടെ എന്ന് പറഞ്ഞ് ധർമ്മനെ നോക്കട്ടെ. ധർമ്മൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് സന്തോഷം കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ രാമേട്ടൻ്റെ അടുത്ത് കടയിൽ നിന്ന് തന്നെ സംസാരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാലൻ്റെ അടുത്ത് രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, കല്യാണ ഒരുക്കങ്ങളൊക്കെ ഏതുവരെ ആയി? ലളിതമായിട്ട് നടത്തണമെന്ന് അവൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ സമ്മതിച്ചില്ല. അവൻ്റെ കല്യാണം നല്ല ആർഭാടമായിട്ട് തന്നെ നടത്തണം. പിന്നെ അവനാണെങ്കിൽ ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. അവൻ്റെ ചേട്ടന്മാർ ഈ കല്യാണം മുടക്കുമോ എന്നുള്ളതേ. അവന് നേരത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ പേടി. അവൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഇത്തവണ അങ്ങനെയല്ല രാമേട്ട. അവരായിട്ടൊരു പ്രശ്നത്തിന് മുതിരില്ല എന്ന് ഇന്ദിരാമ്മയ്ക്ക് അവരെ ഏട്ടന്മാരെല്ലാവരും വാക്ക് കൊടുത്തിട്ടുണ്ട്. സ്വന്തം അമ്മയോട് അവർ ചതി കാണിക്കില്ലല്ലോ. പക്ഷേ ബാല, ഞാനൊരു കാര്യം പറയാം. വിഷപ്പാമ്പ് അതിൻ്റെ സ്വഭാവം എപ്പോഴും കാണിക്കും. പിന്നെ അതിന് നമ്മൾ പാല് കൊടുത്താലും വെണ്ണ കൊടുത്താലും തൈര് കൊടുത്താലും അതിൻ്റെ സ്വഭാവം കാണിക്കും. അത് കടിക്കുക തന്നെ ചെയ്യും. അതുപോലെയാണ് കൃഷ്ണമംഗലത്തെ അനന്തനും അച്യുതനും. അവരെ അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്നു വേണ്ട. അയ്യോ രാമേട്ടാ, ദേവി ഇത് ധർമ്മനോട് അങ്ങനെയൊന്നും പറഞ്ഞേക്കില്ലേ? അവൻ ഒന്നാമതേ നമ്മൾ വലിയ പാടുപെട്ടിട്ടാണ് ഇതിന് സമ്മതിച്ചത്. നീ ഇതും കൂടെ കേട്ടാൽ അതൊന്നും കുഴപ്പമില്ല, ഞാൻ പറയില്ലടാ. പിന്നെ എന്തൊക്കെയാണ് ചടങ്ങുകൾ? മക്കളെല്ലാവരും കൂടെ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ റിസപ്ഷൻ നടത്തണം, അതിന് വേണ്ടി ഒരു ഹോൾ എടുക്കണം, പിന്നെ പാട്ടും ഡാൻസും ഹൽദിയോ എന്തൊക്കെയോ ചടങ്ങുകളുണ്ട്. എല്ലാം നടത്തണം രാമേട്ടാ. പിന്നെ രാമേട്ടനുള്ള കാർഡ് ഞാൻ വീട്ടിൽ തന്നെ കൊണ്ടുവരും. ക്ഷണിക്കേണ്ടവിടെ ലിസ്റ്റൊക്കെ റെഡിയാക്കി വരും ബാല. ലിസ്റ്റുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ബന്ധുക്കളെന്ന് പറയാൻ ആരും ഇല്ലല്ലോ, നിങ്ങളൊക്കെ തന്നെയല്ലേ ബന്ധുക്കളായിട്ട്. പിന്നെ മീനുവിൻ്റെ അച്ഛനെ അമ്മയെ ക്ഷണിക്കണം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചേർന്ന് ചടങ്ങ് എന്തായാലും അതിഗംഭീരമായിട്ട് നടത്തണം. അത്രയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. പിന്നെ ഈ ഡാൻസും പാട്ടും ഒക്കെ കാണും കേട്ടോ. പിന്നെ ക്ഷണിക്കേണ്ട ലിസ്റ്റിലെ നീ ഒരാളെ വിട്ടുപോയില്ലോ ബാല എന്ന് രാമേട്ടൻ പറയട്ടോ. ആരാണ്? ഒരുവിധം എല്ലാവരും ആയി എന്നാണ് തോന്നുന്നത്. പിന്നെ മീനുവിൻ്റെ അച്ഛനെ ഒന്ന് വിളിക്കണം. പിന്നെ വേറെ ആരെയാണ് ഉദ്ദേശിച്ചത്? ഇന്ദിരാമ ഉറപ്പായിട്ടും വരും. പിന്നെ അതല്ല, ഇന്ദിരാമ പങ്കെടുക്കൂടാ, ധർമ്മൻ്റെ വിവാഹമല്ലേ, സ്വന്തം അമ്മയല്ലേ. ഞാനതല്ല ഉദ്ദേശിച്ചത്. പ്രധാനപ്പെട്ട വേറൊരാളുണ്ടല്ലോ, കോടീശ്വരനായ നമ്മുടെ ഉദയഭാനു. ഓ അയാളോ? നീ അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ലേ? ഉദയഭാനുവിനെ കല്യാണത്തിന് ക്ഷണിക്കണോ വേണ്ടേ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നോക്കട്ടെ, അവരുടെ ഉദയഭാനുവിനെ ക്ഷണിക്കണമെന്ന് ഞാൻ ആലോചിച്ച് തന്നെ തീരുമാനിക്കാം. എടാ, നീ തന്നെയല്ലേ പറഞ്ഞത് നിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആണ് ഇപ്പോൾ ഉദയഭാനു എന്ന്. കല്യാണത്തിന് ഇത്തരം കാര്യങ്ങൾക്ക് ഓടി നടക്കുമ്പോൾ അതിനൊരു സംഘർഷം നിനക്ക് ഉണ്ടാവില്ലേ? ആ സംഘർഷത്തിനൊരു അയവ് വരുത്താൻ ഒരു എൻ്റർടൈൻമെൻറ്റ് നല്ലതാണ്. അപ്പോൾ ഉദയഭാനുവിന് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോസ് കൊടുക്കുന്നതും നല്ലതാണ്. നീ അയാളെ വിളിക്കടാ. വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? വിളിച്ചിട്ട് കുറച്ച് കാശ് ചോദിക്കടാ. ഇതൊക്കെയല്ലേ ഒരു രസം. ഇതുപോലെ ഒരുപാട് പണികൾ നിന്നോട് കാണിച്ചതല്ലേ. നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ അങ്ങോട്ടും ഓരോ ഡോസ് കൊടുക്ക്. അപ്പോൾ ഞാൻ മിസ്റ്റർ ഉദയഭാനെ വിളിക്കാം അല്ലേ? വിളിച്ചിട്ട് എന്ത് പറയണം? ഒന്നുമില്ല, കുറച്ച് കാശ് നീ ചോദിക്കും. എത്ര ചോദിക്കണം? ഒരു 25,000 ചോദിച്ചാൽ മതിയോ? അയ്യേ, അതൊന്നും പോരാ. എന്നാലൊരു 50,000 അതും പോരാ. എന്നാൽ പിന്നെ ഒരു 5 ലക്ഷം. ഏടാ, മലേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ ബിസിനസ്സുള്ള ആളല്ലേ, എന്നിട്ട് വെറും 5ഉം 10ഉമൊക്കെയാണ് ചോദിക്കണം. അതൊന്നും പോരാ. എന്നാൽ ഒരു ഇത്രയും കോടീശ്വരനല്ലേ, അയ്യോ അതൊന്നും പോരാ വരാൻ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, 20 ലക്ഷം ചോദിക്കാം. ശരി, എന്നാൽ ഞാൻ അവസാനം വേണ്ടി ഞാൻ അങ്ങോട്ട് പറയട്ടെ നിന്നോട്. 5 കൂടെ കൂട്ടി ഒരു 25 ലക്ഷം നീ അങ്ങോട്ട് ചോദിക്കുമെന്ന് പറയട്ടോ. അയ്യോ 25 ലക്ഷം, ശരി, നീ ഫോൺ വിളി. അങ്ങനെ അവിടെ നിന്നും കൊണ്ട് തന്നെയാണ് ബാലൻ നമ്മുടെ ഉദയഭാനുവിനെ ഫോണിൽ വിളിക്കുന്നത് കേട്ടോ. ഫോൺ കാണുമ്പോൾ തന്നെ ഉദയഭാനു ആകെ പേടിച്ച് വിറക്കുകയാണ്. എന്നാലും ഉദയഭാനു സാർ എന്നും പറഞ്ഞിട്ടാണല്ലോ ബാലൻ തുടങ്ങുന്നത്. അപ്പോൾ ബാലൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ തന്നെ മിസ്റ്റർ ബാലൻ, എന്താ വിശേഷങ്ങൾ മിസ്റ്റർ ബാലൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുക കേട്ടോ. എനിക്ക് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഉദയഭാനു സാറിന് തിരക്കുണ്ടോ? എനിക്ക് തിരക്കുണ്ട്. തിരക്കിലായിരുന്നു, ഇപ്പം ഇല്ല. മലേഷ്യയിലെ ഒരു വലിയ കമ്പനിയായിട്ട് ഇപ്പോൾ ഡീൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഡീൽ ഉറപ്പിച്ചോ സാർ? ചർച്ച നടക്കുന്നു, എന്നിട്ട് ഒന്നും അങ്ങോട്ടായില്ല. പിന്നെ ബാല, ഗോമതി സ്റ്റോറിലെ പണിയാൻ തുടങ്ങിയിട്ടില്ലല്ലോ അല്ലേ? അതും കൂടെ സംസാരിക്കാൻ ഞാൻ സാറിനെ വിളിച്ചത്. പിന്നെ നമ്മുടെ ആ ഗോമതി സ്റ്റോറിൻ്റെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന കാര്യമേ അപ്രൂവൽ ആയിട്ടുണ്ട്. എത്രയും വേഗം പണി തുടങ്ങണം. അപ്പോൾ സാറ് ഒരു 25 ലക്ഷം രൂപ എത്രയും വേഗം ഒരു എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാമോ? അത് എനിക്ക് എഞ്ചിനീയറിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സാറ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എന്ന് വീണ്ടും ചോദിക്കട്ടെ ബാല. അയ്യോ, ഇവിടെ അങ്ങോട്ട് തല പെരുത്തു പോയി. 50 ലക്ഷമാണ് സാറാന്ന് എനിക്ക് തരാമെന്ന് പറഞ്ഞത്. തൽക്കാലം ഇപ്പോൾ 25 മതി. അത്രയും മതിയോ ബാല? മതി, തൽക്കാലം അത് മതി. സാറിന് ഇതൊരു നിസ്സാര തുകയാണെന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ വിളിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറോട് വാക്കും പറഞ്ഞു, നാളോ മറ്റന്നാളോ 25 ലക്ഷം ഞാൻ തരാമെന്ന്. ഉദയഭാനു സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ബാല, കേൾക്കുന്നുണ്ടെന്ന് പറയട്ടോ. അയ്യോ, ആകെ പറ്റിപ്പോയി. അയ്യോ ബാല, ഇവിടെ റേഞ്ച് കിട്ടുന്നേ ഇല്ല. ഞാൻ റേഞ്ചുള്ള സ്ഥലത്ത് ചെന്നിട്ട് ബാലിനെ ഞാൻ തിരിച്ച് വിളിച്ചാൽ പോരെ? മതി എന്നും പറഞ്ഞ് ഫോണങ്ങ് വെച്ചിട്ട് ഫോണെടുത്ത് ദൂരെ എറിഞ്ഞിട്ട്, ദൈവമേ 25 ലക്ഷം രൂപ എങ്ങനെ ഒപ്പിക്കും? ഇവിടെ രാമേട്ടനും
അതുപോലെ ബാലനെയും കൂടെ പൊട്ടിച്ചിരിക്കട്ടോ എൻ്റെ രാമേട്ടാന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ വേണം. അതെല്ലാം കഴിഞ്ഞിട്ട് ദേവി ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നില്ലേ, അവിടുത്തെ വനജ എന്ന് പറഞ്ഞ സ്റ്റാഫിനെ ധർമ്മൻ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ മാനേജറുടെ നമ്പറിലാക്കി വിളിക്കുന്നത്, അയാൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഫോൺ ആ സ്റ്റാഫ് എടുത്തതാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന കാലത്ത് പറയണ ഗോമതി സ്റ്റോറിൽ ധർമ്മനാ വിളിച്ചെന്ന് പറയണേ, എനിക്ക് ചേട്ടനെ അറിയാം, ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നില്ലേ, എനിക്ക് മനസ്സിലായി, ചേട്ടൻ്റെ കല്യാണമൊക്കെ ആയി എന്നറിഞ്ഞു. അതെ, എനിക്ക് കല്യാണമൊക്കെ ആയി, അതിൻ്റെ കാര്യം കൂടെ പറയാനാണ് വിളിച്ചത്. നിങ്ങളിവിടെ എത്ര സ്റ്റാഫുണ്ട്? എല്ലാവർക്കും കൂടെ കാർഡ് അയക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു, ഒരാൾ പെട്ടെന്ന് പോയി, ഇപ്പം ഞങ്ങൾ കുറച്ച് 12 പേരേ ഉള്ളൂ. ചേട്ടൻ എന്നൊരു 500 രൂപ കൊടുത്തില്ലേ, ഇവിടെ ഒരു പെൺകൊച്ച് വന്ന് ആ കൊച്ചാ പോയത്. അയ്യോ, അത് പോയോ? അതെ, ആകെ 5 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പാവം കൊച്ച്, എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. തുച്ഛമായ വരുമാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് എന്താ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, നല്ലൊരിത് കിട്ടിക്കാണും. അതോ ഇനി വല്ല കടുങ്കയും ചെയ്തോ ഒന്നും അറിയില്ല. ഇപ്പം എന്തായാലും ഇവിടെ ഇല്ല. അയ്യോ, അതിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണമല്ലോ. എന്തിനാ ചേട്ടാ? അല്ല, വിവാഹത്തിന് ക്ഷണിക്കണം, പിന്നെ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണം, അതാ. ഓ, ചേട്ടൻ്റെ നല്ല മനസ്സാട്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യണം. ശരി. പിന്നെ എന്തായാലും ആ കൊച്ചിൻ്റെ ഗതികെട്ടൊരവസ്ഥയാണ്. പോട്ടെ, ഒരു കാര്യം ചെയ്യാമോ? അവിടെ അഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, അതൊന്നും ഇല്ല കേട്ടോ, പക്ഷേ എൻ്റെ കയ്യിൽ ഫോൺ നമ്പറുണ്ട്. ആണോ? എന്നാൽ ആ ഫോൺ നമ്പർ എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ടുതരാമോ? ഇതാണ് എൻ്റെ നമ്പർ, ഞാൻ ഇട്ടേക്കാം ചേട്ടാ, ഇട്ടുതരാമെന്ന് പറയാട്ടോ. അങ്ങനെ വനജ നമ്മുടെ ദേവിയുടെ ഫോൺ നമ്പർ അയച്ചു കൊടുക്കാട്ടോ ധർമ്മൻ്റെ ഫോണിലേക്ക്. അതും കണ്ടും കൊണ്ട് നേരെ നമ്മുടെ ബാലൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അന്ന് രാത്രി. അപ്പോൾ ബാലനോട് പറയണം, വാളിയ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എടാ, കല്യാണത്തിൻ്റെ കാര്യമാണെങ്കിൽ നീ ഒന്നും പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതല്ല അളിയ, എനിക്ക് എല്ലാവരും ക്ഷണിക്കേണ്ട കൂട്ടത്തിൽ ഒരാളെ കൂടെ എനിക്ക് ക്ഷണിക്കണം. അതാരാണ്? ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഹോട്ടലിൽ നമ്മൾ അന്ന് സാധനം കൊടുക്കുന്ന അവിടെ ഒരു പെൺകൊച്ച് വന്നിരുന്നു, പാവമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, നീ അന്ന് 500 രൂപ കൊടുത്തല്ലേ? അതെ, അതിനെ നമുക്ക് ക്ഷണിക്കണം. അത് ക്ഷണിച്ചോ? അതിനിപ്പോൾ എന്താ? അല്ല, അത് ക്ഷണിച്ചാൽ മാത്രം പോരാ, വേറെ കുറച്ച് ഉപകാരങ്ങളോട് ചെയ്യണം. പാവമാണ്. എന്തുപകാരം ചെയ്യണം നീ പറയുന്നത്? അല്ല, കല്യാണത്തിന് വരുമ്പോൾ എനിക്ക് ഒരുപാട് പേര് കാശോ സ്വർണ്ണമായിട്ടോ എന്തെങ്കിലും തരുമല്ലോ, അതെല്ലാം നമുക്ക് ആ കൊച്ചിനെ ഏൽപ്പിച്ചാൽ അതിൻ്റെ ജീവിതം രക്ഷപ്പെട്ടോട്ടെ, അതിൻ്റെ അമ്മയ്ക്ക് ചികിത്സയ്ക്കാവുമല്ലോ. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ നമുക്ക് ഫോണിൽ കൂടെ ക്ഷണിക്കണ്ടടാ. ഫോൺ നമ്പർ എന്തെങ്കിലും നമുക്ക് ഫോണിൽ വിളിച്ചാൽ നമുക്ക് നേരിട്ട് പോയി ക്ഷണിക്കുന്നതല്ലടാ നല്ലത്. അതെ, എന്നാൽ പിന്നെ നമുക്ക് നേരിട്ട് തന്നെ പോയി ക്ഷണിക്കാം എന്ന് അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുക കേട്ടോ. ദേവിയാണ് ഇതാണെന്ന് അറിയാതെ വേണം തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാലനും പറയാണ്, ധർമ്മൻ പറയണ കാര്യങ്ങളൊക്കെ എന്തായാലും ശരി തന്നെയാണ്, നമുക്ക് എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം. നമുക്ക് വിവാഹം ആ കുട്ടിയെ വീട്ടിൽ പോയി ക്ഷണിക്കാം, എന്നിട്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഉപകാരങ്ങളും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നിട്ട് തന്നെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.